46-ാമത്തെ ശ്ലോകമാണ് നമുക്ക് കാണേണ്ടത്. ശിഷ്യൻ ഗുരുവിനെ സമീപിച്ചു. ഞാൻ സംസാര സാഗരത്തിൽ വീണ് കിടക്കുകയാണ്, അവിടുന്ന് എന്നെ ഉദ്ധരിക്കണം അവിടുത്തെ കൃപാദൃഷ്ടി കൊണ്ട്. കാട്ടുതീന നടുക്കിൽപ്പെട്ട് കൊടുങ്കാറ്റത്ത് ചൂടുകൊണ്ട് അസഹ്യമായ വേദന അനുഭവിക്കുന്ന ഒരാളുടെ അവസ്ഥയാണ് എൻ്റെ അവസ്ഥ. അതുകൊണ്ട് അവിടുത്തെ ഉപദേശാമൃതം എന്നിൽ വർഷിച്ച് എന്നെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചു. മാത്രമല്ല, ഈ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ, എൻ്റെ ഗതി എന്താകും എന്നൊക്കെ ചോദിച്ച് ശിഷ്യനെ ആശ്വസിപ്പിച്ചുകൊണ്ട് കാരുണ്യദൃഷ്ടി കൊണ്ട് കടാക്ഷിച്ച് ശിഷ്യൻ പ്രാർത്ഥിച്ച മാതിരി അനുഗ്രഹിച്ചു. അതിനുശേഷം പറഞ്ഞു, മാ ഭൈഷ്ട, അഭയപ്രദാനം ചെയ്തു. നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുമല്ല, അസ്തി ഉപായ, സംസാരത്തിന് രക്ഷപ്പെടാൻ വഴിയുണ്ട്. ഈ വഴി പുതിയ വഴിയാണോ, പുതിയ മാർഗമാണോ? അല്ലല്ല. എത്രയോ മഹാന്മാരായ ഋഷിമാര് ഈ വഴിയിലൂടെ ഈ സംസാര സാഗരത്തിന്റെ മറുകര എത്തിയിട്ടുണ്ട്. സച്ചിദാനന്ദ സ്വരൂപിയായ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ വിശ്രാന്തി അണഞ്ഞിട്ടുണ്ട്. ആ മാർഗം പൂർവന്മാരായ ആളുകൾ ഏതൊരു മാർഗത്തിലൂടെയാണോ ഈ സംസാര ദുഃഖങ്ങളെ അതിവർത്തിച്ച് സംസാരത്തിന്റെ മറുകരയായ വിഷ്ണുപദത്തെ, ഭഗവത് പദത്തെ പ്രാപിച്ചത്, ആ മാർഗം ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. എന്താണത്? വേദാന്ത അർത്ഥവിചാരം കൊണ്ട് ജായതേ ജ്ഞാനമുത്തമം. വേദാന്തത്തിന്റെ അർത്ഥത്തെ വിചാരം ചെയ്യുന്നത് കൊണ്ട് ഉത്തമമായ ജ്ഞാനം ഉണ്ടാവും. എന്താ ജ്ഞാനം? ആത്മജ്ഞാനം ഉണ്ടാവും. ആ ആത്മജ്ഞാനമാണ് സംസാര ദുഃഖത്തെ ഇല്ലാണ്ടാക്കി തീർക്കുന്നത്. അപ്പൊ പൂർവ്വശ്ലോകത്തില് പരമാനന്ദമാപ്സ്യസി, നീ പരമാനന്ദത്തെ അടയും എന്ന് പറഞ്ഞു. അപ്പോൾ പരമാനന്ദ പ്രാപ്തിയും ആത്യന്തിക ദുഃഖ നിവൃത്തിയുമാണ് മോക്ഷം എന്ന് പറഞ്ഞ. ഇത് ആർക്ക് വേണ്ട? ഈ ലോകത്തിലെ എല്ലാവരും, ആജ്ഞനും വിജ്ഞനും എല്ലാവരും അന്വേഷിക്കണം എന്താണ്? ജാതി മതഭേദമന്യേ എല്ലാവരും, വിശ്വാസിയും അവിശ്വാസിയും, ഇവിടെ നാസ്തികൻ ആസ്തികൻ എന്നുള്ള പ്രശ്നമേ ഇല്ല. എല്ലാവർക്കും വേണ്ട ദുഃഖ നിവൃത്തി എന്നേക്കുമായിട്ടില്ലാണ്ടാവണം. പിന്നെയോ ശാശ്വത സുഖം. ഇത് രണ്ടുമാന്റെ പേരാണ് ഈ മോക്ഷം എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോ അതിനെന്താ വേണ്ടത്? നിത്യവും ശുദ്ധവും മുക്തവും ആനന്ദസ്വരൂപമായ, സച്ചിദാനന്ദ സ്വരൂപമായ ആ പരമാത്മസ്വരൂപികളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് അറിയാ, സാക്ഷാത്കരിക്കുക. അതാണ്. ആ അറിവ് എങ്ങനെ ഉണ്ടാവും? അത് വേദാന്ത ശാസ്ത്രങ്ങളുടെ പഠനം കൊണ്ടും അതിൻ്റെ മനന വിചാര ആദികളെ കൊണ്ടും ഉണ്ടാകും. വേദാന്ത ശാസ്ത്രം എന്താണ്? ആത്മതത്വത്തെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ വേദാന്ത ശാസ്ത്രമാണ്. ഉപനിഷത്തിന് മാത്രം അർത്ഥമില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെ ജനറലായിട്ട് പറഞ്ഞു. അതിനുശേഷം ഈ 46-ാമത്തെ ശ്ലോകത്തില് ഇന്ന് എങ്ങനെയാണ് ആ ആത്മജ്ഞാനം നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുക എന്ന് ശ്രുതി മാതാവ് സ്വന്തം വാക്കുകളിലൂടെ പറയുന്നു. ശ്രദ്ധാഭക്തി ധ്യാന യോഗാത്മുമുക്ഷോ മുക്തേർഹേതൂൻ വക്തി സാക്ഷാൽ ശ്രുതേർഗീം യോ വാ ഏതേഷ്വേവ തിഷ്ഠത്യമുഷ്യാം മോക്ഷോ വിദ്യാ കൽപ്പിതാൽ ദേഹബന്ധാത് ശ്രദ്ധാ ഭക്തി ധ്യാന യോഗാത്മുമുക്ഷോ മുക്തേർഹേതൂൻ വക്തി സാക്ഷാൽ ശ്രുതേർഗീഃ യോ വാ ഏതേഷ്വേവ തിഷ്ഠത്യമുഷ്യ മോക്ഷോ വിദ്യാ കൽപ്പിതാൽ ദേഹബന്ധാത്. മുമുക്ഷോഹോ, മോക്ഷം ആഗ്രഹിക്കുന്ന ഒരുവന്, മോക്ഷം വേണ്ടവന്, മുക്തേഹ ഹേതൂൻ വക്തി, മുക്തിക്കുള്ള ഹേതു എന്താണ്, കാരണം എന്താണ്, അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് സാക്ഷാൽ ശ്രുതേർഗീ വക്തി, സാക്ഷാൽ ശ്രുതിമാതാവ് സ്വന്തം വാക്കുകളിലൂടെ പറയുന്നുണ്ട്. ഗീ എന്ന് പറഞ്ഞാൽ വാക്ക്, ശ്രുതേഹ ഗീ എന്ന് പറഞ്ഞാൽ ശ്രുതി വാക്ക്, ശ്രുതിയുടെ വാക്ക്. ശ്രുതി വേദം, വേദത്തെ അമ്മയായിട്ടാണ്, ശ്രുതിയെ മാതാവായിട്ടാണ് കണക്കാക്കുന്നത്. മദർ സ്ക്രിപ്റ്റേഴ്സ്, ശ്രുതി മാതാവ്, വേദമാതാവ്. അപ്പൊ അമ്മ എപ്രകാരമാണോ വാത്സല്യത്തോടെ കാരുണ്യത്തോടെ മക്കൾക്കടെ ഹിതം പറഞ്ഞു കൊടുക്കുക, ഇതുമാതിരി നമ്മളാവുന്ന മക്കള് അജ്ഞാനത്തിൽപ്പെട്ട് സംസാര ദുഃഖങ്ങളിൽപ്പെട്ട് ഉഴന്നുകൊണ്ടിരിക്കുന്ന നമ്മളാവുന്ന മക്കൾക്കൊക്കെ ശ്രേയസിനുള്ള മാർഗം, ശാശ്വതമായ സുഖത്തിനും
ദുഃഖത്തിൽ നിന്നുള്ള എത്തുന്നേക്കുള്ള മോചനത്തിന് ഉള്ള മാർഗം അതാണ് മോക്ഷം. അതിനുള്ള ഹേതു കൂടെ പറഞ്ഞ കാരണം എന്ന് പറഞ്ഞ സാധനങ്ങളെ എന്താണെന്ന് സാക്ഷാൽ ശ്രുതേഹി, സാക്ഷാൽ ശ്രുതിമാതാവ് സ്വന്തം മുഖത്തിലൂടെ അരുളി ചെയ്തിട്ടുണ്ട്. എന്താ അത്? ശ്രദ്ധ, ഭക്തി, ധ്യാന, യോഗ. ഇതാണ് മാർഗം. ഹേതു വെച്ചാൽ കാരണം എന്നർത്ഥം. ഇവിടെ കാരണം എന്ന് പറഞ്ഞാൽ സാധന എന്നർത്ഥം. അതിനുള്ള ഉപായം ഇല്ലാതെ ഉപായം കിട്ടില്ലല്ലോ. സാധന ചെയ്യാതെ സാധ്യം കിട്ടില്ലല്ലോ. അപ്പൊ ഇവിടെ മീൻസ് ഇല്ലാതെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഗോൾ ഉണ്ടെങ്കിൽ അതിനൊരു മീൻസും വേണം. അപ്പൊ എന്താ മീൻസ്? ശ്രദ്ധ, ഭക്തി, ധ്യാന, യോഗം. 4 പറയാം. അല്ലെങ്കിലോ ശ്രദ്ധ, ഭക്തി, ധ്യാന, യോഗം എന്ന് ഒന്നിച്ച് പറയാം. ഇത് 4 യോ വാ ഏതേഷു ഏവ തിഷ്ഠതി. ആരാണോ ഈ ശ്രദ്ധ, ഭക്തി, ധ്യാന, യോഗങ്ങളിൽ നിഷ്ഠ നേടിയത്, സുസ്ഥിതി നേടിയത്, ഈ 4 കാര്യങ്ങൾ ആർക്ക് വേണ്ട പോലെ ഉണ്ടോ അവന് തീർച്ചയായിട്ടും ബന്ധാത് മോക്ഷ ഭവതി, ഈ ബന്ധനത്തിൽ നിന്ന് മോക്ഷം ഉണ്ടാവും. എന്താണ് ബന്ധം? ദേഹബന്ധാത് മോക്ഷ ഭവതി. ഈ ദേഹമാണ് ഞാനെന്നുള്ള ആ തെറ്റിദ്ധാരണ ആവുന്ന ബന്ധനത്തിന് മോചനം ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഈ ദേഹബന്ധം ഉണ്ടായത്? ദേഹത്തിൽ നമ്മളെ കെട്ടിയിട്ടത്, കുടുക്കിയിട്ടത് കൽപ്പിതമാണ്. അജ്ഞാനത്താൽ, അവിദ്യയാൽ എന്ന് പറഞ്ഞാൽ അജ്ഞാനത്താൽ കൽപ്പിക്കപ്പെട്ടതാണ്. അപ്പൊ അജ്ഞാനത്താൽ കൽപ്പിക്കപ്പെട്ട ഈ ദേഹമാണ് ഞാൻ എന്നുള്ള വിചാരം കൊണ്ടുണ്ടായ ദേഹത്തിന്റെ നാശത്തിൽ ഞാൻ നശിച്ചു പോകും, ദേഹം ജനിക്കുമ്പോൾ ഞാൻ ജനിക്കണു, ദേഹത്തിന്റെ വരണമൊക്കെ എനിക്ക് വരണു, ദേഹസംബന്ധികൾ വരുന്നതോടെ എനിക്ക് ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള വിചാരം ഉണ്ടല്ലോ, അതിനെ കൊണ്ടുള്ള വിഷമങ്ങളുണ്ടല്ലോ, ഈ ബന്ധനങ്ങളിൽ നിന്ന് മുഴുവനും അയാൾ മുക്തനായിത്തീരുന്നു. അപ്പൊ ശ്രദ്ധാഭക്തി ധ്യാന യോഗങ്ങളാണ് എന്ത്? മോക്ഷം ആഗ്രഹിക്കുന്ന ഒരാള് സമ്പാദിക്കേണ്ട ഗുണങ്ങൾ അഥവാ സാധനങ്ങൾ. എവിടെ ശ്രുതി ഇത് പറഞ്ഞത്? ശ്രുതി പറഞ്ഞത് കൈവല്യോപനിഷത്തിലാ. ഗുരുവിനെ സമീപിക്കുന്ന ആശ്വലായന ഋഷിയാണ്. സാക്ഷാൽ ബ്രഹ്മദേവനാണ് ഗുരു. ബ്രഹ്മദേവന്റെ അടുത്ത് അശ്വലായൻ വരികയാണ്. പറയാണ് സംസാരമോചനത്തിലുള്ള മാർഗം ഉപദേശിക്കൂ എന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു, ശ്രദ്ധാഭക്തി ധ്യാനയോഗാ അവൈഹി. എനിക്ക് പറഞ്ഞു തരാൻ കഴിയും, വഴി പറഞ്ഞു തരാൻ കഴിയും, ദിശ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പക്ഷേ നീയാണ്, ആ ശിഷ്യൻ ആണ് സ്വയം ആ വഴിയിലൂടെ നടക്കേണ്ടത്. ശ്രദ്ധാഭക്തി ധ്യാന യോഗങ്ങളിലൂടെ നീ അവൈഹി, നീ അറിയണം, നീ വേണം അത് സാക്ഷാത്കരിക്കേണ്ടത്, തിരിച്ചറിയേണ്ടത്. അതാണ് ശ്രുതി. അപ്പൊ കൈവല്യശ്രുതിയില്, കൈവല്യോപനിഷത്തില് പറഞ്ഞ ആ ആശയമാണ് വിവേകചൂഡാമണിയില് ശങ്കര ഭഗവത്പാദരും പറയണമെന്ന് അർത്ഥം. കാരണം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് പുതുതായിട്ട് നിങ്ങളോടൊന്നും പറയാനില്ല. ഇറ്റ് ഈസ് നോട്ട് ശങ്കര മെത്തേഡ്, ഇറ്റ് ഈസ് നോട്ട് ചിന്മയ മെത്തേഡ്. മനസ്സിലായോ? ഒരു ഗുരുവിനും സ്വന്തമായിട്ട് അവകാശപ്പെടാനില്ല. അങ്ങനെ അവകാശപ്പെടുന്ന ഗുരുവിന്റെ അടുത്ത് ദയവായിട്ട് പോകരുത്. വഴി പഴിച്ചു പോകും നമ്മൾ രണ്ടു കൂട്ടരും. അതുകൊണ്ടോ വേറെ വഴിക്ക് പോകണം. ആരാണോ എൻ്റെതായ സമ്പ്രദായം ഞാൻ പഠിപ്പിക്കാം, വരൂ പുതിയ മാർഗം എന്ന് പറഞ്ഞു. ഇന്ന് മോഡേൺ ടൈമിൽ അങ്ങനത്തെ ഗുരുക്കന്മാരെ കൊണ്ട് കാല് തറഞ്ഞിട്ട് വീഴാൻ വയ്യ, നടക്കാൻ വയ്യ, പെട്ടുപൂണു. അതിലാണ് ആൾക്കാര്. എന്തുകൊണ്ട്? വിവേക ചടാമണി പോലുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കാത്തത് കൊണ്ട്, ശങ്കര കൃതികൾ പഠിക്കാത്തത് കൊണ്ട്. മനസ്സിലായോ? വെറുതെ എന്തെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾ മാത്രം ചെയ്താൽ പോരാ. ഈ ആചാര്യസ്വാമികൾ ഇതൊക്കെ എഴുതി വെച്ചേക്കണം. നമുക്ക് ഓരോരുത്തർക്കും ഉയരാൻ വേണ്ടി അതൊക്കെ പഠിക്കണം. ഇതില്ലാത്തതാണ് ഹിന്ദു സമാജത്തിന്റെ പതനത്തിന് കാരണം. ആചാരാനുഷ്ഠാനം അമ്പലത്തിൽ പോകും തിരക്കും ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ചവിട്ടിക്കൂട്ടലും മരിക്കലും ഒക്കെ അമ്പലത്തിൽ തിരക്കുമുണ്ട്. പക്ഷെ അതിനുള്ള ആധ്യാത്മികത സമൂഹത്തിൽ കാണാനില്ലല്ലോ, അതിനുള്ള വളർച്ചയും വികാസവും കാണാനില്ലല്ലോ, പരിവർത്തനം കാണാനില്ലല്ലോ. എന്താ കാരണം? ഈ ആചാര്യസ്വാമികളെ പോലെ മഹർഷി വര്യന്മാർ എഴുതി വെച്ച ഗ്രന്ഥങ്ങളൊന്നും പഠിച്ച് നമ്മൾ പരിശീലിക്കണില്ല. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടൽ അതിലൊന്നും പോകേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അതാണ്. അപ്പൊ പൂർവന്മാര്, എത്രയോ പൂർവന്മാരായ ആളുകള് സഞ്ചരിച്ച മാർഗം നിനക്ക് ഞാൻ പറഞ്ഞു തരാം. അവരൊക്കെ പരമപദത്തിലെത്തിയിട്ടുണ്ട്. ആ പൂർവന്മാരുടെ മാർഗത്തെയാണ് ആദിശങ്കരാചാര്യസ്വാമികൾ പോലും ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ നമുക്ക് കണ്ടു, ശ്രീകൃഷ്ണൻ അവതാര വരിഷ്ഠനായ ശ്രീകൃഷ്ണ ഭഗവാൻ പോലും എന്താ പറഞ്ഞത്? ഇതെന്റെ അഭിപ്രായമല്ല അർജുന, ഋഷിഭിർബഹുധാഗീതം. എത്രയോ ഋഷീശ്വരന്മാർ ഉപദേശിച്ച കാര്യം അവരെഴുതി വെച്ചിട്ടുള്ളതാണ് ഞാൻ നിന്നോട് പറയുന്നത്. ബ്രഹ്മസൂത്രത്തിൽ വേദവ്യാസ മഹർഷി പറഞ്ഞ കാര്യമാണ് ഞാൻ നിന്നോട് പറയണമെന്ന്. കണ്ടോ?
അതന്നെ ആചാര്യസ്വാമികളും പറഞ്ഞത്, എൻ്റെ എല്ലാ വഴി. ആ ഞാൻ വിവേകചൂടാമണി എന്ന ഗ്രന്ഥത്തിലൂടെ ഞാൻ പറയണത് ഉപനിഷത്തുക്കളിൽ ഋഷിമാർ എന്ത് എഴുതി വെച്ചോ അത് തന്നെയാണ്. അവിടെ എന്താ? ശ്രദ്ധാഭക്തി ധ്യാനയോഗാ അവൈഹി. കൈവല്യോപനിഷത്താണ് നമ്മുടെ പൂജ്യ സ്വാമിജി ഇവിടെ എടുക്കാൻ പോണത്. അത് സ്വാമിയുടെ സ്വരൂപാഞ്ജിയുടെ, നമ്മുടെ ഗ്ലോബൽ ഹെഡ് സ്വരൂപാഞ്ജിയുടെ അത് യജ്ഞ സമയത്ത് ചെയ്യില്ല, അത് കഴിഞ്ഞതിന് ശേഷം റിലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും കേൾക്കാൻ അവസരം ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലൊരു അവസരമാണ്. എന്താ ശ്രദ്ധാഭക്തി ധ്യാനയോഗം എന്നൊക്കെ അറിയാൻ. എന്താണ് ശ്രദ്ധാഭക്തി ധ്യാനയോഗം? നോക്കൂ, ശ്രദ്ധ എന്താണ് നാം കണ്ടു. ഇതിനു മുമ്പ് പറഞ്ഞു ഏത്? ശമം, ദമം, പ്രതീക്ഷ, ശ്രദ്ധ, സമാധാനം, ഉപരതി മുതലായ 6 സമ്പത്തുകളെ കുറിച്ച് പറഞ്ഞു. ശ്രദ്ധ വെച്ചാൽ ശാസ്ത്രത്തിലുള്ള വിശ്വാസം, ഗുരുവാക്യത്തിലുള്ള വിശ്വാസം. ശാസ്ത്രം പറയണതും ആ ശാസ്ത്രമാണ് ഗുരു പറയണത്, ഗുരുവിന് സ്വതന്ത്രമായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ആ ശാസ്ത്രം ഗുരുവിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു തരുന്നത് സത്യമാണ് എന്നുള്ളതായ ആ വിശ്വാസമാണ് ശ്രദ്ധ. ഈ ശ്രദ്ധയുണ്ടെങ്കിലേ നമ്മുടെ വണ്ടി മുന്നോട്ട് പോകുള്ളൂ. ഫ്യൂല് വേണ്ടേ? ഫ്യൂവൽ തീർന്നാൽ വണ്ടി നിൽക്കൂലേ? അപ്പോൾ ഈ ഫെയ്ത്ത് ഇല്ലെങ്കിൽ നമ്മളെ വഴി മുടന്തനാവും നമ്മൾ. അതായോ? ഭക്തി ഇല്ലെങ്കിലോ അന്ധനും ആവും. അന്ധനും മുടന്തനായ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തെങ്കിലും ഒന്നുണ്ടെങ്കിലും മുന്നോട്ട് പോവാ അല്ലേ? അപ്പോൾ ശ്രദ്ധ വേണം ശാസ്ത്ര ഗുരുവാക്യങ്ങളിൽ. അത് നമ്മൾക്ക് ഭക്തിയിലേക്ക് നയിക്കും. ശ്രദ്ധ ഭക്തിയെ തരും. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തി എന്ന് പറഞ്ഞാൽ ആ തൻ്റെ ലക്ഷ്യവുമായിട്ടുള്ള പൂർണ്ണമായ താതാത്മ്യം. ഗുരുദേവൻ പറഞ്ഞു, പ്രേമത്തിന്റെ ഉച്ചകോടി എങ്ങനെയാ അറിയുക? ടോട്ടൽ ഐഡന്റിഫിക്കേഷൻ വിത്ത് ദ ബിലവഡ് എന്നാണ്. പ്രേമഭാജനവുമായിട്ടുള്ള ഐക്യം, താതാത്മ്യം, പൂർണ്ണമായ താതാത്മ്യം. അവിടെയാണ് ഭക്തിയുടെ പ്രേമത്തിന്റെ പൂർണ്ണത. അപ്പൊ ഇവിടെ ഭഗവാനാണ്, പരമാത്മാവായ ഭഗവാനാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ പരമാത്മാവിലുള്ള പ്രേമം എന്ന് പറയുന്നത് മനസ്സ് പരമാത്മാവുമായി തന്മയീഭാവം പ്രാപിക്കുക. ഇന്ന് ഈ ഭക്തി എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു നടക്കണതിൽ ഇതൊന്നുമില്ല, അതിനുള്ള ശ്രമം പോലും ഇല്ല. അതിനിതൊക്കെ പഠിക്കെങ്കിലും വേണ്ടേ അല്ലേ? പലപ്പോഴും ആൾക്കാരെ പരിചയം പൈസ ഉണ്ടാക്കുക തന്നെ. അവരെ യഥാർത്ഥമായി ആത്മീയ മാർഗത്തിൽ മുന്നേറാൻ സഹായിക്കല്ലേ വേണ്ടത്. ഇത് നാരദഭക്തി ഇതൊന്നും പഠിക്കില്ലല്ലോ നമ്മള്. യഥാ വ്രജഗോപികാനാം എന്നാണ് ആചാര്യസ്വാമികൾ പറയണത്, അല്ല നാരദ മഹർഷി പറയണത്. വ്രജത്തിലെ ഗോപിമാരുടെ മനസ്സ് എപ്പോഴും കൃഷ്ണന്റെ കൂടെയാണ്. ശരീരം ഗോകുല വ്രതത്തിൽ വ്യവഹാരത്തിൽ ഏർപ്പെടുമ്പോഴും മനസ്സ് കൃഷ്ണനിൽ തന്നെ, കൃഷ്ണസ്മരണയില്ല. ഇതിന്റെ പേരാ ഭക്തി. താതാത്മ്യം മനസ്സ് കൊണ്ടുവന്നു, ഐക്യം വന്നു. മനസ്സിലായില്ലേ? അപ്പോ നമ്മുടെ ലൈഫ് ഡിവോട്ടഡ് ടു ഭഗവാൻ അണ്ടേ. ഡിവോട്ട് ആ ഭഗവാനിൽ അത്രയധികം താല്പര്യം, വേറെ ഒന്നിനും താല്പര്യം ഇല്ലാണ്ടാവണം. മനസ്സിലായില്ലേ? മുഴുവൻ താല്പര്യം ഭഗവാനോട്, പരമാത്മാവിനോട്. മനസ്സിലായില്ലേ? അപ്പോ ശ്രദ്ധ വേണം. ഈ താല്പര്യം ഇതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതുണ്ടെങ്കിലോ ശ്രദ്ധ ഭക്തിയിലേക്ക് നയിക്കും നമ്മളെ. ആ ശ്രദ്ധയും ഭക്തിയും ഉണ്ടെങ്കിൽ മാത്രമേ ധ്യാനത്തിൽ മനസ്സുറയ്ക്കുള്ളൂ. മറ്റു പലതിലും താല്പര്യം ഉണ്ടെങ്കിൽ പരമാത്മ ധ്യാനത്തിൽ നിൽക്കുവോ? നിൽക്കില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ഏകാഗ്രപ്പെടാത്ത ധ്യാനത്തിൽ? മറ്റു പല അതിനേക്കാൾ താല്പര്യം വേറെ പലതില്ല. വി ആർ ഡിവോട്ടഡ് ടു സോ മെനി തിങ്സ്, വേൾഡ്ലി തിങ്സ്. വി ആർ നോട്ട് ഡിവോട്ടഡ് ടു ഗോഡ്. ശരിയെന്ന് ആലോചിച്ച് നോക്കൂ. ഭക്തി നമ്മൾ പറയലേ ഉള്ളൂ. കാര്യം സാധിക്കാൻ വേണ്ടി അവിടെ പോയി ഒരു യാചന, ഒരു ലിസ്റ്റ് കൊടുക്കല അമ്പലങ്ങളിൽ പോയിട്ട്. ഇത് ഭക്തിയല്ല, ഇതിന്റെ പേര് യാചന എന്നാണ്. ആലോചിച്ച് നോക്കണം. നമ്മൾ സ്വയം വഞ്ചിക്കപ്പെടാൻ പാടില്ല ഈ ഭക്തിയുടെ പേരിൽ. അപ്പോ ശ്രദ്ധ, ഗുരുവാക്യത്തിലും ശാസ്ത്രവാക്യത്തിലും ശ്രദ്ധയുണ്ടായാൽ, പൂർണ്ണവിശ്വാസം ഉണ്ടായാൽ അത് നമ്മളെ ഭക്തിയിലേക്ക് നയിക്കും. അത് നമ്മളെ ധ്യാനത്തിലേക്ക് നയിക്കും. യോഗം 4 വേറെ എടുക്കാം. ധ്യാനയോഗം എന്ന് പറയാം, അല്ലെങ്കിൽ ധ്യാനം, യോഗം. യോഗം എന്ന് പറഞ്ഞാൽ എന്താ? യൂണിയൻ, ഐക്യം, ചേർച്ച. എന്താണ്? ആ മനസ്സ് ധ്യാനത്തിലൂടെ, ധ്യാനിക്കുന്ന സമയത്ത് ദ്വൈതമുണ്ട്. ധ്യാനിക്കുന്ന ഞാനുണ്ട്, പരിമിതനായ ജീവനുണ്ട്, ഈ സംസാര മോചനം ആഗ്രഹിച്ചുകൊണ്ട് പരമാത്മാവിനെ ഭജിക്കുന്ന നാനുണ്ട്, പരമാത്മാവുണ്ട് അല്ലേ? ആ ധ്യാനത്തിന്റെ ധന്യാവസ്ഥയിൽ എന്തുണ്ടാവണം? മനസ്സ് ആ പരമാത്മാവിൽ വിലയിക്കണം. അതാണ് യോഗം, ചേർച്ച. അപ്പൊ അതിനാണ് സമാധി എന്ന് പറയാം ശാസ്ത്രഭാഷയിൽ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാവും? ശ്രദ്ധാഭക്തി ധ്യാന യോഗം 4ആയിട്ട് തന്നെ എടുത്തോളൂ. യോഗം ലക്ഷ്യം ഭഗവാനോടുള്ള ഐക്യ പ്രാപിക്കല്, ഭഗവാനിൽ ലയിക്കല്, ഭഗവത് പാദങ്ങളിൽ വിലയിക്കുക എന്നൊക്കെ ഭക്തന്റെ ഭാഷയിൽ പറയും.
ഭഗവാനിൽ ചേരുക, അല്ലേ? ആ, സായുജ്യമുക്തി എന്നൊക്കെ ഇതിന് പറയും. പലതരം മുക്തികളാണ് ഭക്തിശാസ്ത്രത്തിൽ പറയാം. കേട്ടെ. അപ്പൊ ഇവിടെ ഈ ശ്രദ്ധ, ഭക്തി, ധ്യാന, യോഗം, ഇതിന്റെ ഇതെങ്ങനെ ഉണ്ടാവും? എങ്ങനെ ശ്രദ്ധ ഉണ്ടാവുക? ഭാഗവത്തിൽ കപിലോപദേശം നിങ്ങൾ ശ്രദ്ധിക്കും. എനിക്ക് എല്ലാം ഈ ഭാഗവത്തോട് കണക്ട് ചെയ്യാൻ പറ്റും. ഭാഗവത്തിൽ പറഞ്ഞിട്ടതൊക്കെ, കാരണം സർവവേദാന്ത സാരം ഹി ശ്രീ ഭാഗവതമിഷ്യത എന്നല്ലേ. ഹി തീർച്ചയായിട്ടും സർവവേദാന്ത സാരമാണ് ഭാഗവതം. വേദാന്ത അർത്ഥ വിചാരേണ ജായതേ ജ്ഞാനമുത്തമം എന്നല്ലേ പറഞ്ഞത്. വേദാന്തത്തിന്റെ അർത്ഥത്തെ വിചാരം ചെയ്യുന്നതിലൂടെ ഉത്തമമായ ആത്മജ്ഞാനം ഉണ്ടാവും. തേന ആത്യന്തിക സംസാര ദുഃഖനാശോ ഭവത്യനു. അതുകൊണ്ട് ആത്യന്തികമായ സംസാര ദുഃഖങ്ങളുടെ നാശം സംഭവിക്കും എന്ന് പറഞ്ഞു. അപ്പോ കപില ഭഗവാൻ എന്ത് പറഞ്ഞു? അമ്മേ, മുഖ്യമായിട്ടുണ്ടാവേണ്ടത് എന്താണ്? ഭക്തിയാണ്. ഭക്തി ഉണ്ടാവാൻ എന്ത് ചെയ്യണം? സജ്ജന സംസർഗം വേണം. സദാം പ്രസംഗാത്മ വീര്യസംവിദോ ഭവന്തി ഹൃത്കർണരസായന കഥാഹ. ഭഗവാന്റെ ഗുണഗണങ്ങള്, പദാനങ്ങള്, ദിവ്യലീലകള്, ആ ഭക്താനുഗ്രഹ ലീലകള്, ഭഗവാന്റെ വൈഭവം, ഇതൊക്കെ ആ മഹാത്മാക്കളിൽ നിന്ന് കേൾക്കാനിട വരും. അപ്പൊ ആദ്യത്തെ പണി എന്താ? ശ്രവണം. അങ്ങനെ നിരന്തരം ഭഗവാന്റെ മഹിമകൾ കേട്ടുകൊണ്ടിരുന്നാലോ? തജ്ജോഷണാത് ആശു അപവർഗവത്മനി ശ്രദ്ധ രതി ഭക്തി അനുക്രമിഷ്യതി. ആ ശ്ലോകം നിങ്ങളൊന്നും ഇവിടെ കണക്ട് ചെയ്യും. എന്താ? നിരന്തരമായി സത്സംഗത്തിലൂടെ മഹാത്മാക്കളെ ആശ്രയിച്ച് ഭഗവൻ മഹിമയെ, പരമാത്മ മഹിമയെ കേൾക്കാനും അറിയാനും ഇടവരുമ്പോ, പരമാത്മാവായ ഭഗവാനാണ് നിത്യൻ ശാശ്വതൻ, ബാക്കിയൊക്കെ നശ്വരമാണ്, അതിന് ദുഃഖേ ഉണ്ടാവുള്ളൂ, ശാശ്വതനായ ഭഗവാൻ മാത്രമാണ് ആനന്ദസ്വരൂപൻ എന്നറിയുമ്പോൾ ആ വാക്കിൽ ശ്രദ്ധ ഉണ്ടാവും. അപ്പൊ ശ്രവണം കൊണ്ടാണ് ശ്രദ്ധ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ശ്രവണം. വിത്തൗട്ട് ശ്രവണം യു വിൽ നോട്ട് ഹാവ് എനി ഫെയ്ത്ത് ഇൻ ഗോഡ്. മനസ്സിലായില്ലേ? നോക്കണം, ശ്രദ്ധ ഉണ്ടാവാൻ തന്നെ ശ്രവണം ചെയ്യണം. തജ്ജോഷണാത്, നിരന്തരമായ പരമാത്മ മഹിമയെ മഹാന്മാരിൽ നിന്ന് കേൾക്കാനും അറിയാനും ഇടവരുമ്പോൾ അതിന്റെ ഫലമായിട്ട് ശ്രദ്ധയുണ്ടാവും. ശ്രദ്ധ വരുമ്പോഴോ രതി, അവര് പറയുന്ന ആ സാധനങ്ങൾ അനുഷ്ഠിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവും, അല്ലേ? നമ്മൾ ജപിക്കണ്ടെങ്കിൽ യാന്ത്രികമായിട്ടാണ് അന്ന് ജപിക്കണത്, അല്ലേ? പാരായണം ചെയ്യണമെങ്കിൽ യാന്ത്രികമായിട്ടാണ് പാരായണം. വെച്ചാൽ മനസ്സ് അതിലില്ലേ, മനസ്സ് വേറെ എവിടേക്ക് പോകണം, മനസ്സ് രമിക്കുന്നത് വേറെ ചിലതില്ല. മനസ്സ് എൻജോയ്മെന്റ് ഇതിലല്ല കാണുന്നത്. ഈ വായിക്കുന്നതിൽ എൻജോയ്മെന്റ് കണ്ട അതിൽ മുഴുവൻ ആനന്ദിക്കില്ലേ, ജപിക്കുന്നതിൽ ആനന്ദിക്കില്ലേ. മനസ്സിന്റെ രതി വേറെ പലതിലാണ്. ഇവിടെ രതി ആ ജപിക്കലുണ്ടാവും, പൂരിക്കുന്നതിലുണ്ടാവും, ആ പാരായണം ചെയ്യണതിലുണ്ടാവും. മനസ്സിലായില്ലേ? അത് ഫെയ്ത്ത് വരുമ്പോഴേ ഉണ്ടാവുക. ദിസ് ഈസ് ദ ഓൺലി മീൻസ് ടു ഗെറ്റ് ഭഗവാൻ. ഇതുകൊണ്ട് മാത്രമേ ഭഗവാനെ കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. അപ്പോ രതി അതിന്റെ ഫലമായിട്ട് ഉണ്ടാവും, ഭക്തി ഉണ്ടാവും. മനസ്സിലായില്ലേ? ഭക്തി കൊണ്ട് വിരക്തി ഉണ്ടാവും, അങ്ങനെയുള്ള മനസ്സിൽ ജ്ഞാനം ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇങ്ങനെ ക്രമാത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ ഉണ്ടാവണം. എന്ത് ചെയ്യണം? ശ്രവണം. ഞാൻ വെറുതെ ശ്രവണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡ്രൈ ആയി തോന്നും, അബ്സ്ട്രാക്റ്റ് ആയിട്ട് തോന്നും. എന്തുകൊണ്ട്? ഇതിനെ കണക്ട് ചെയ്യാത്തതുകൊണ്ട്. അപ്പൊ ഭാഗവതം കൂടി കണക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും, അങ്ങനെ ശ്രദ്ധ ഉണ്ടാവണം. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലുമൊക്കെ കുറേയെങ്കിലുമൊക്കെ ആരിൽ നിന്നൊക്കെ കുറെ സത്സംഗം കേട്ടിട്ടല്ലേ ഉണ്ടായത്? രുക്മിണി എന്താ പറഞ്ഞത്? രുക്മിണിയുടെ സന്ദേശം നിങ്ങൾ വായിക്കൂ. ആദ്യത്തെ ശ്ലോകം, ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാന്തേ. ഭഗവാനെ, അച്യുത ത്വയി ആവിശതി ചിത്രമപത്രമേ. ലജ്ജ വിട്ടെന്റെ മനസ്സ് അങ്ങയിൽ അച്യുതനിൽ ലയിച്ചു എന്നാ പറഞ്ഞേ. അങ്ങ് ഒരുത്തൻ മാത്രമാണ് അച്യുതൻ, നാശരഹിതനായ പരമാത്മാവെന്ന് സജ്ജനങ്ങളുടെ മുഖത്ത് നിന്ന് കുട്ടിക്കാലം മുതൽ അച്ഛൻ്റെ മടിയിലിരുന്ന് അവിടുത്തെ മഹിമകളെയും കഥകളെയും കേട്ടപ്പോൾ എനിക്ക് ബോധ്യായി. കണ്ടോ? ശ്രവണം കൊണ്ട രുക്മിണിക്ക് ഈ നശ്വരമായ ആ പ്രാപഞ്ചിക വസ്തുക്കളിലുള്ള ആശ പോയി, ആസക്തി പോയി, വിരക്തി വന്നു. ശാശ്വതനായ ഭഗവാനിൽ പരിപൂർണമായ പ്രേമമുണ്ടായി. എങ്ങനെ? ശ്രവണം കൊണ്ട രുക്മിണിക്ക് ഉണ്ടായത്. ആർക്കും അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പൊ ശ്രദ്ധ, 4 കാര്യമാണ് നമുക്ക് മുക്തി. വേദമാതാവ് സ്വന്തം മുഖത്തിലൂടെ, വാക്കുകളിലൂടെ മക്കളായ നമ്മളോട് മോക്ഷത്തിനുള്ള മാർഗം ഇതാണ് ഉണ്ണികളെ എന്ന് പറഞ്ഞു. ഏത്? ശ്രദ്ധ, ഭക്തി, ധ്യാനം, യോഗം. അതെന്താന്ന് നമ്മൾ കണ്ടു. ഇനി അതെങ്ങനെ ഉണ്ടാവും? ശ്രദ്ധ ഉണ്ടാവാൻ ശ്രവണം ചെയ്യണം. അതിനാണ് ഈ ക്ലാസ്സിനൊക്കെ പങ്കെടുക്കേണ്ടത്. മനസ്സിലായോ? ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ, എങ്ങനെയെങ്കിലും ഒരു ലൈൻ. മനസ്സിലായോ? ഈ ലീനിയേജുമായിട്ട്, നമ്മുടെ ഈ ഗുരു പരമ്പരയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവണം.
അല്ലാണ്ട് വീട്ടിൽ നിന്ന് സീരിയലും നോക്കി ശാപ്പാടും ഉണ്ടാക്കി ശാപ്പാടും തിന്ന് ഉറങ്ങി കഴിഞ്ഞാൽ പോരാന്നർത്ഥം. അത് ജീവിതത്തിൽ എന്നും ചെയ്തുകൊണ്ടിരുന്നതാ. ആട്ടെ, ശ്രദ്ധ ഉണ്ടാവാൻ ശ്രവണം, മനസ്സിലായില്ലേ? അതിലൂടെ ഭക്തി ഉണ്ടാവും. നമ്മുടെ ലൈഫ് ഭഗവാന് ഡിവോട്ടഡ് ആവും. എല്ലാം ഭഗവാന് വേണ്ടി ചെയ്യും, മനസ്സിലായില്ലേ? ഭഗവാനാണ് എൻ്റെ ലക്ഷ്യം, ഭഗവാന് വേണ്ടി എല്ലാം. നിരന്തര സ്മരണ ഭഗവാന്റെ. ആ ഡിവോട്ടഡ് വൈഫ് എപ്പോഴും ഭർത്താവിന് ചിന്തിക്കുമല്ലയോ? ഡിവോട്ടഡ് ഹസ്ബൻഡ് എപ്പോഴും ഭാര്യ ചിന്തിക്കുമല്ലയോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. രാഷ്ട്രത്തോട് ഡിവോട്ടഡ് ആയിട്ടുള്ള ആള്, ആ രാഷ്ട്രീയ നേതാവ് എപ്പോഴും രാഷ്ട്രത്തിന്റെ ഭദ്രതയും രാഷ്ട്രത്തിന്റെ ഹിതം മാത്രമേ ചിന്തിക്കുള്ളൂ. ശരിയല്ലേ? വളരെ പ്രധാന വിഷയം അത്. നമ്മൾ എന്തിനോട് ഡിവോട്ടഡ് ആയോ അതിൽ തന്നെയായിരിക്കും നമ്മുടെ മനസ്സ്. വേറെ ഒന്നിലേക്ക് പോകാൻ പറ്റില്ല അതിന്. കാരണം അതിൽ താല്പര്യമില്ല. താല്പര്യം എഴുതല. ആ തൽപരതയാണ് ആ ഡിവോട്ടഡ് ആവുക എന്ന് പറഞ്ഞാൽ, അല്ലേ? അപ്പൊ എളുപ്പമായി ധ്യാനം. ധ്യാനത്തിലൂടെയോ മനസ്സ് പരമാത്മാവിൽ ലയിക്കുന്നു. അപ്പോഴോ നമ്മുടെ ഇന്നത്തെ ബന്ധത്തിന് കാരണം എന്താ? ദേഹബന്ധ. ഞാൻ ഈ ദേഹമാണ് എന്നുള്ള വിചാരം കൊണ്ടാണ് ഇതിന്റെ പരിമിതികളൊക്കെ എന്റേതാണെന്ന് ഞാൻ വിചാരിക്കാൻ കാരണം. പരമാത്മാ കാലദേശങ്ങൾക്ക് അതീതനാണ്, ഇൻഫിനിറ്റ് ആണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്. ആ സച്ചിദാനന്ദ സ്വരൂപത്തിൽ നമ്മുടെ മനസ്സിൽ ലയിക്കുമ്പോൾ ചേരുമ്പോൾ നമ്മളെന്ന പരിമിത വ്യക്തിത്വം, ഈ ജീവഭാവം ആ പരിപൂർണനായ പരമാത്മാവിൽ ലയിച്ചു. അപ്പൊ എന്തായി? നമ്മൾ ഓരോരുത്തരും സംസാര ബന്ധത്തിൽ നിന്ന്, ദേഹാഭിമാനത്തിൽ നിന്ന് മുക്തനായി. വാസ്തവത്തിൽ ദേഹാഭിമാനമാണ് സംസാര കാരണം, ദേഹമല്ല. നോക്കണം, ദേഹം ഉണ്ടെങ്കിൽ നമുക്കിത് കേൾക്കാൻ പറ്റുള്ളൂ. ദേഹത്തിന് ആരോഗ്യമില്ലെന്ന് കേൾക്കാൻ പറ്റില്ല. പനി പിടിച്ച് കിടന്നാൽ കേൾക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ദേഹം വേണം, ദേഹ ആരോഗ്യത്തോട് വെക്കണം. പക്ഷെ ആ ദേഹത്തെ ആരോഗ്യത്തോട് വെക്കേണ്ടത് ശ്രവണ മനന ധ്യാന സാക്ഷാത്കാരാദികൾക്ക് വേണ്ടിയിട്ടാണ്. അത് തന്നെ നമുക്ക് അറിയണില്ല. അപ്പോ ഇതാണ് മുക്തിക്കുള്ള ഹേതു. ഈ 4 ഗുണങ്ങള് ഈ ഗുണങ്ങള് ഏതേഷു ഇവയില് ആരാണോ സുസ്ഥിതി നേടിയത്, ഈ 4 ഗുണങ്ങൾ 6 സുസ്ഥിരമായിട്ടുണ്ടോ അവനാണ് മോക്ഷം. ഇതാണ് സാധന ഹേതു. എന്താണ് മോക്ഷം? നേട്ടം പറഞ്ഞു പരമാനന്ദ പ്രാപ്തി ആത്യന്തിക ദുഃഖ നിവൃത്തി എന്ന് പറഞ്ഞു. അപ്പൊ ഇതെങ്ങനെ സാധിക്കുക? അവിദ്യാ കൽപ്പിതാൽ ദേഹബന്ധാത്. ഈ ദേഹത്തിലുള്ളതായ ബന്ധനം കൊണ്ടാണ്, ദേഹത്തിനോടുള്ള താതാത്മ്യം കൊണ്ടാണ് അത് വന്നത്. ദേഹം കൊണ്ടല്ല, ദേഹ താതാത്മ്യം. ദേഹം ഞാൻ എന്ന ഫീലിംഗ്, തോന്നൽ. അതെന്തുകൊണ്ട് വന്നു? അവിദ്യയാൽ. ഇപ്പൊ നമ്മുടെ വിചാരം നമ്മൾ ദേഹമാണെന്നല്ലേ. ഈ ദേഹത്തിന് എന്തെങ്കിലും വരുമ്പോഴേക്കും പുത്തൻ കാറ് മേടിച്ച ആരെങ്കിലും അത് ചവിട്ടി നിന്നാ ദേഷ്യം വരെ. എന്നിട്ട് അത് ചവിട്ടി നിന്നേ ചരണ്ട് നിന്നൂടെ നിനക്ക്, അല്ലേ? ആരെങ്കിലും കോറിയാലോ പറയേ വേണ്ട. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് ബോംബെയിലൊക്കെ നിങ്ങൾ പോയാൽ കാണാം, ചളങ്ങാത്ത വണ്ടികൾ ഉണ്ടാവില്ല. അതും തട്ടിയാലും മുട്ടിയാലും. ഇവിടെയാണ് ലഹള വിടാൻ വണ്ടി ബ്ലോക്ക് ചെയ്ത് എല്ലാവരും യാത്ര മുടക്കുക. അവിടെ ആരും കെയർ ചെയ്യില്ല, പോകും, അല്ലേ? ഇപ്പൊ നമുക്ക് ഈ ശരീരത്തിനോടുള്ള താതാത്മ്യം ഈ പുത്തൻ വണ്ടിയോടുള്ള മാതിരിയാ. എനിക്കെന്തോ വരണ മാതിരി ആ വണ്ടിക്ക് എന്തെങ്കിലും വന്നാ, ശരിയല്ലേ? എന്താ താതാത്മ്യം അത്രയുണ്ട് ദേഹത്തില്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് അജ്ഞാനത്താൽ കൽപ്പിതമാണ് എന്നാണ് പറയണത്. ആണോ? നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ. ശരീരം എൻ്റെ ദേഹം എന്നാ നമ്മൾ പറയാ. എൻ്റെ ദേഹം എന്നിൽ നിന്ന് ഭിന്നാവണ്ടേ? എൻ്റെ വീട് ഞാനാണോ? എൻ്റെ കാറ് എന്നിൽ വേറെയല്ലേ? എൻ്റെ അച്ഛൻ എന്നിൽ നിന്ന് വേറെയല്ലേ? എൻ്റെ അമ്മ എന്ന് വേറെയല്ലേ? നീ അച്ഛൻ മരിക്കുമ്പോൾ ഞാനും ഒപ്പം മരിക്കണ്ടേ? അമ്മ മരിക്കാൻ ഒപ്പം മരിക്കണ്ടോ? എൻ്റെ ഭർത്താവ് എന്നിൽ നിന്ന് വേറെയല്ലേ? എൻ്റെ ഭാര്യ എന്നിൽ നിന്ന് വേറെയല്ലേ? എൻ്റെ കുഞ്ഞുങ്ങൾ എന്നിൽ നിന്ന് വേറെയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോ അതുപോലെയല്ലേ എൻ്റെ വീട്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ കുടുംബം എന്ന് പറയണ മാതിരിയല്ലേ എൻ്റെ ദേഹം നമ്മൾ പറയണത്. അപ്പൊ എൻ്റെതായ ദേഹം ഞാനാവാൻ പറ്റുമോ? എന്നിൽ നിന്ന് ഭിന്നമായതിനല്ലേ എൻ്റെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? പക്ഷെ എങ്കിലും നമ്മുടെ ജീവിതം എങ്ങനെയാ? ഈ ദേഹത്തിന് വേണ്ടിയിട്ടും ദേഹത്തെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ ദേഹത്തിന് എന്തെങ്കിലും വരുമ്പോഴേക്കും അയ്യോ ഞാൻ ഡൗൺ ആയി കഴിഞ്ഞു, അല്ലേ? അതിനൊരു അസുഖം വരുമ്പോഴേക്കും നമ്മൾ അയ്യോ ഞാൻ രോഗി, അല്ലേ? ദേഹത്തിന് അസുഖമുണ്ട്, ദേഹത്തിന് മരുന്നും കൊടുക്കാം. പക്ഷെ ഞാൻ ആരാണ്? ഈ ദേഹത്തിനെ അറിയുന്നവനാണ്. അങ്ങനെ നമ്മൾ അറിയണില്ലല്ലോ. നമ്മളെ ദേഹത്തുനിന്ന് വ്യതിരിക്തനായി ദേഹത്തെയും ദേഹധർമ്മങ്ങളെയും ഞാൻ അറിയണു. ദേഹം എന്താ നീ ആകെ ചടച്ചു പോയില്ലോ കുട്ടി എന്ന് പറയുമ്പോഴേക്കും നകടായി, അല്ലേ? അപ്പോഴേക്ക് എത്ര താതാത്മ്യം ശരീരത്തിനോട്. ശരീരം നന്നാവുമ്പോൾ ഞാൻ നന്നായി. സൗന്ദര്യം അതൊക്കെ വൈരൂപ്യൊക്കെ ശരീരത്തിനാ. പക്ഷെ അതൊക്കെ നമ്മൾ താതാത്മ്യം കൊണ്ട് സൗന്ദര്യത്തെ ഓർത്ത് സന്തോഷിക്കണു. കണ്ണാടിയിൽ നോക്കിയിട്ട് നല്ലോണം സൗന്ദര്യവൽക്കരിക്കണു. സൗന്ദര്യം കുറവുള്ളവര്, അല്ലേ?
നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ ബോഡി ഐഡന്റിഫിക്കേഷൻ, ശരീര താതാത്മ്യം എത്ര ശക്തമാണെന്ന് ആലോചിച്ച് നോക്കൂ. അതെന്തുകൊണ്ടാ? അവിദ്യ, അജ്ഞാനത്താൽ. എന്താ യഥാർത്ഥത്തിൽ ഇതിനെ അറിയുന്നവനാണ് ഞാൻ എന്നുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. അതുകൊണ്ട് ആ ആ അജ്ഞാനത്താൽ ദേഹാദികളെ ഞാനെന്ന് അഭിമാനിച്ച് അവയുമായി താതാത്മ്യം പ്രാപിക്കുക ഹേതുവായിട്ട് വന്നു ചേർന്ന എല്ലാ വിഷമങ്ങളും, അതിന്നുള്ള മോചനം ഈ ശ്രദ്ധ, ഭക്തി, ധ്യാനം, യോഗം, ഈ 4 സാധനകൾ അല്ലെങ്കിൽ ഈ ഗുണങ്ങൾ ആരിലുണ്ടോ അവന് സംഭവിക്കും എന്ന് ശ്രുതി മാതാവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇത് വളർത്തണം, ഡെവലപ്പ് ചെയ്യണം. അത് ശ്രദ്ധ വരണമെങ്കിൽ സത്സംഗം ചെയ്യണം, ശ്രവണം ചെയ്യണം. മനസ്സിലായോ? അപ്പൊ ശ്രവണം, ശ്രദ്ധ, ശ്രദ്ധയ്ക്കുള്ള വഴി ശ്രവണം. മനനം, നിരന്തരമായ ചിന്തനം ഭക്തിക്ക്. ധ്യാനം, നിരിധ്യാസനം, ധ്യാനത്തിന്റെ നിരിധ്യാസനം പറഞ്ഞത്. അപ്പൊ ശ്രവണം, മനനം, നിരിധ്യാസനം. യോഗം, സമാധി. ശ്രവണം, മനനം, നിരിധ്യാസനം, അതിന്റെ ഫലമായി ഉണ്ടാവും സമാധി. ടെക്നിക്കലായിട്ട്, സാങ്കേതികമായിട്ട് പറഞ്ഞ, ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ അതിന് പേര്. പ്രാക്ടിക്കലായിട്ട് മനസ്സിലായല്ലോ. അപ്പൊ ശരീരത്തിൽ ഞാനെന്നുള്ള അഭിമാനം വരുന്നതോടുകൂടി ശരീര സംബന്ധികളിൽ നമുക്ക് അഭിമാനം വരും. മക്കൾക്ക് വയ്യാന്ന് പറയുമ്പോഴേക്കും അമ്മയ്ക്ക് വയ്യാണ്ടായി, അമ്മ ഡൗണായി അല്ലേ? ഭർത്താവിന് അസാവുമ്പോഴേക്കും ഭാര്യയ്ക്ക് വിഷമായി, ഭാര്യയ്ക്ക് എന്തെങ്കിലും വരുമ്പോഴേക്കും ഭർത്താവിന് വിഷമായി. അത് ശരിക്കും പറഞ്ഞാൽ 2 ശരീരമാണ്, വ്യത്യസ്ത ശരീരമാണ്. നമുക്ക് ഈ ശരീരത്തെ ഞാനെന്ന് വിചാരിക്കണേ അതല്ല ആണെന്ന് വിചാരിക്കണം, അതിന്ന് വേറിട്ടാന്ന് വിചാരിക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്. പക്ഷെ മറ്റു ശരീരത്തെ, ഭാര്യ ശരീരത്തെയും ഭർത്ത ശരീരത്തെയും അല്ലെങ്കിൽ അച്ഛൻ്റെ ശരീരത്തെയും അമ്മയുടെ ശരീരത്തെയും കുട്ടികളുടെ ശരീരത്തെയും നമ്മളല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാൻ പറ്റില്ലേ? എന്നിട്ടും നമുക്ക് വിഷം വരില്ലേ? അതെന്തുകൊണ്ടാ? മനസ്സുകൊണ്ടുള്ള ഒട്ടൽ കൊണ്ട്, താതാത്മ്യമുണ്ട്. ശരിയല്ലത്? അപ്പൊ താതാത്മ്യമാണ് ദുഃഖകാരണം, ബന്ധന കാരണം എന്ന് മനസ്സിലാവുന്നുണ്ടോ? എന്താ തെളിവ്? ഉറങ്ങുമ്പോൾ ഈ താതാത്മ്യമില്ലല്ലോ, സുഖം. എന്നാൽ അവന് ഉറക്കത്തിൽ സുഖം ഉണ്ടാവില്ലല്ലോ, സമാധാനം ഉണ്ടാവില്ലല്ലോ. ഉണർന്ന് വീണ്ടും മനസ്സ് പൊന്തി വന്ന് മനസ്സാണ് താതാത്മ്യം പ്രാപിക്കുന്നത്. അതോടുകൂടി ആരംഭിച്ചു. അതാ ശ്രദ്ധാഭക്തി ധ്യാനയോഗാത് മുമുക്ഷോ മുക്തേർ ഹേതൂൻ വക്തി സാക്ഷാൽ ശ്രുതേർഗീഹി യോ വാ ഏതേഷു ഏവ തിഷ്ടത്യമുഷ്യ മോക്ഷോ അവിദ്യാകൽപിതാൽ ദേഹബന്ധാ. ഹരി ഓം.